വൈക്കത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ബോട്ട് ചട്ടി പോയി 10 ജങ്കാറിന് അങ്ങോട്ട് കടന്നാൽ മാത്രമേ 11 മണിയുടെ ജങ്കാറിന് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് 1 മണിക്കൂർ ലാഗാവും. ഈ വഴിയെ നേരെ കയറി ചെല്ലുന്ന വൈക്കം ജംഗ്ഷന് അങ്ങോട്ടാണ്. എന്നാൽ ഈ വഴിയെ കയറി പോകുന്നതിനേക്കാൾ എളുപ്പം പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കയറി പോകണം മറ്റേ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. സംഗതി അത് കുറച്ച് നീട്ടുള്ള വഴിയായാലും പെട്ടെന്ന് പരിപാടി തരും. വൈക്കം ജംഗ്ഷന്റെ വഴിയെ നേരെ പോയാൽ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരിക്കും. കൂടാത്തതിന് ഓണം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. മിക്കവാറും പോലീസ് ചെക്കിംഗ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ പോക്കിൽ ഇത്രയും പേരാണുള്ളത്. ഡ്രൈവർ ചേട്ടായി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഓണത്തിനൊക്കെ കളറാക്കി അടുത്ത ദിവസം തന്നെ ഓട്ടാണ്. വൈക്കം അമ്പലത്തിന്റെ അവിടെയായി ബോട്ട് ജെട്ടിയിലേക്ക് കിടക്കാനാണ് നമ്മുടെ ഉദ്ദേശം. വഴിക്കിച്ച് ദൂരം കൂടുതലായാലും സംഗതി പെട്ടെന്ന് എത്തും. ഇടയ്ക്കൊക്കെ വൈക്കത്ത് ബസ് വരുമ്പോൾ ബസ് ഈ വഴിക്ക് കയറി പോണ കണ്ടാണ് ഞാൻ ഈ വഴിക്ക് കയറി പോന്ന് വെച്ച്. വൈക്കത്തേക്കൊക്കെ ബസ് എൻട്രി ആണതിന്റെ മെയിൻ റൂട്ടാണ് ഇത്. വൈക്കത്ത് നിന്ന് തിരിച്ച് ബസ് പോണ മെയിൻ റൂട്ട് വഴിയാണ്. ഏറ്റവും വലിയ പാട് ഇവിടെ വരുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു വഴി മാറിപ്പോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിവിടെ പതിവില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വഴിയൊന്നും അത്ര പരിചയമില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ആ പരിചയം വെച്ചാണ്. ട്രാൻസ്പോർട്ട് ബസിന്റെ ബോട്ട് ജെട്ടിക്ക് മുമ്പുള്ള മെയിൻ സ്റ്റോപ്പാണിത്. ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡിലെ വണ്ടി നിർത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.